സംസ്ഥാനത്ത് കാലവർഷ മഴയിൽ 22% കുറവ്. വയനാട് ജില്ലയിൽ 51%, ഇടുക്കിയിൽ 44% മഴ കുറഞ്ഞു. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും 2% അധിക മഴ കിട്ടി. ഷിജോ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ഷിജോ, എങ്ങനെയാണ് ഈ മഴക്കണക്ക്? ഉന്മേഷ, കാലവർഷം അധികം താമസിയാതെ തന്നെ കേരളത്തിൽ എത്തിയതാണ്. ഒട്ടും വൈകാതെ തന്നെ കാലവർഷം എത്തിയതാണ്. പക്ഷേ ഈ കാലവർഷം അവസാനിക്കുന്ന ഈ സമയത്ത് കണക്ക് പരിശോധിക്കുമ്പോൾ കാലവർഷ മഴയിൽ കേരളത്തിന് 22% കുറവുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. സാധാരണ നിലയിൽ ലഭിക്കേണ്ടിയിരുന്നത് 1556.2% മഴയായിരുന്നു കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്നത്. പക്ഷേ ലഭിച്ച മഴയുടെ കണക്കായിട്ട് പറയുന്നത് 1213.1% മഴ. അങ്ങനെ 22% മഴയുടെ കുറവ് കാലവർഷത്തിൽ ഉണ്ടായിട്ടുണ്ട് ാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും കാലവർഷ മഴയിൽ ലഭിക്കേണ്ട മഴ അധികമായിട്ട് തന്നെ ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ലഭിക്കേണ്ടിയിരുന്നത് 586.7% ആയിരുന്നു. 599.1% മഴ തിരുവനന്തപുരത്ത് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ 2% അധിക മഴ തിരുവനന്തപുരത്ത് ലഭിച്ചു. പത്തനംതിട്ടയിലും സമാനമായ സാഹചര്യം, 2% അധിക മഴ പത്തനംതിട്ടയിൽ ലഭിച്ചു. കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഴ കുറവില്ലെങ്കിൽ, അധിക മഴ പെയ്തില്ലെങ്കിലും മഴയിൽ കാര്യമായിട്ടുള്ള കുറവ് ഈ ജില്ലകളിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇടുക്കി, വയനാട് അടക്കമുള്ള ജില്ലകളിൽ കാലവർഷ മഴയിൽ കാര്യമായിട്ടുള്ള കുറവ് ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ 51% കുറവ് കാലവർഷ മഴയിൽ ഉണ്ടായിട്ടുണ്ട്. ഇടുക്കിയിലേക്ക് പോകുമ്പോൾ ഇടുക്കിയിലും സമാനമായിട്ടുള്ള സാഹചര്യം. ഇടുക്കിയിൽ 44% മഴക്കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. എന്തായാലും വലിയ മഴ കേരളത്തിൽ വ്യാപകമായിട്ട് പെയ്തതാണ്. പക്ഷേ കാലവർഷത്തിൽ ലഭിക്കേണ്ട മഴയുടെ കണക്ക് പരിശോധിക്കുമ്പോൾ 22% കുറവുണ്ടായി എന്നുള്ളതാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഉന്മേഷ്, ശരി. ഷിജോ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.